ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം. 1-ാം അധ്യായത്തിൻ്റെ തുടർച്ചയായി ഐക്യതയെക്കുറിച്ചാണ് പൗലോസ് ശ്ലീഹ ഇവിടെ പറയുന്നത്. അഥവാ പരസ്പര സ്നേഹത്തിനുള്ള ഉദ്ബോധനമാണ്. നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇരിക്കുവിൻ. ഇപ്രകാരമുള്ള ഐക്യത പ്രാപിക്കുവാൻ എന്തു ചെയ്യണമെന്ന് അതേ തുടർന്ന് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ പണിയുന്നതിനും കൂട്ടായ്മയിൽ വളരുന്നതിനുമുള്ള ഐക്യത എങ്ങനെ നേടാം? അത് ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയാലോ പൊങ്ങച്ചത്താലോ ചെയ്യരുത്. നാം മരിക്കുവോളം നമ്മെ മുറുകെ പിടിച്ചിരിക്കുന്ന 2 പാവങ്ങളാണ്. ഒന്ന് സ്വാർത്ഥതയും മറ്റേത് നിഗളവും. ഇത് രണ്ടും, സ്വാർത്ഥതയും നിഗളവും, ആഴത്തിൽ വേരുകളുള്ള 2 തിന്മകളാണ്. ആദാമ്യ വർഗത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ് സ്വാർത്ഥത. നാം നമ്മുടെ സമയം ചിലവഴിക്കുന്നതിലും പണം ചിലവഴിക്കുന്നതിലുമൊക്കെ സ്വാർത്ഥതയുടെ താല്പര്യം നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. അപ്രകാരം ലക്ഷ്യം വയ്ക്കുന്നവർക്ക് ക്രമേണ ക്രിസ്തുതുല്യമായ സ്വഭാവം പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ സ്വാർത്ഥതയെക്കുറിച്ച് നിങ്ങൾക്ക് വെളിച്ചം ലഭിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ കർത്താവിനോടൊപ്പം വെളിച്ചത്തിൽ നടക്കുന്നില്ല എന്നാണ്. അപ്പോൾ ഏത് മനുഷ്യനെയും സ്വാധീനിക്കുന്ന ഒരു വലിയ തിന്മയാണ് സ്വാർത്ഥത. എല്ലാം തനിക്ക് വേണ്ടി, തൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി, തൻ്റെ പേരിനും പെരുമയ്ക്കും വേണ്ടിയൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആധ്യാത്മികമായ പ്രവർത്തനം. 2, ആദാമ്യവർഗത്തിൻ്റെ മറ്റൊരടിസ്ഥാന സ്വഭാവമാണ് നിഗളമെന്നുള്ളത്. നമ്മുടെ രൂപഭാവങ്ങളിലും ബുദ്ധിയിലുമൊക്കെ അത് പലപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും. ഈ കാര്യങ്ങളിലൊക്കെ പ്രകടമാകുന്ന നിഗളത്തെ നമുക്ക് ജയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നീട് ആത്മീയ നിഗളമെന്ന അപകടത്തിൽ നമ്മൾ വീണുപോകും. ഈ ഒരു വിഷയവുമായുള്ള ബന്ധത്തിലാണ് 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നത്, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാവട്ടെ. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാവട്ടെ. ഈ ഒരൊറ്റ വാക്യം മാത്രം മതി നമുക്ക് ജീവിതകാലം മുഴുവൻ മുന്നോട്ട് സമാധാനത്തോടെ പോകുവാൻ. ഈ ഒരൊറ്റ വാക്യം മാത്രം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മതി. നമ്മളെ രൂപാന്തരപ്പെടുത്താൻ വേറെ അധികം വാക്യങ്ങളൊന്നും നമ്മൾ ബൈബിളിൽ അന്വേഷിക്കേണ്ടതില്ല. ഏതൊരു സാഹചര്യത്തിൻ്റെ മുൻപിലും നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുക, എന്നിലുള്ളത് ക്രിസ്തുവിൻ്റെ ഭാവമാണോ? ആ ഭാവമാണോ ഞാൻ അണിഞ്ഞിരിക്കുന്നത്? കഴിഞ്ഞകാല നമ്മുടെ പ്രവൃത്തികളെ ഓരോന്നായി ഈ ചോദ്യത്തിന് മുൻപിൽ നമ്മൾ ഒന്ന് വിധിക്കുക. ഞാൻ ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടു കൂടി ആയിരുന്നുവോ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്, ഞാൻ ചിന്തിച്ചിട്ടുള്ളത്, ഞാൻ പറഞ്ഞിട്ടുള്ളത്? സ്വന്തം സൗകര്യങ്ങളോടുള്ള മനോഭാവത്തിൽ വളരെയേറെ സ്വാർത്ഥതയുള്ളവരാണ് ആദാമ്യവർഗം നമ്മളെല്ലാവരും. ഏറ്റവും നല്ല കിടക്കയും നല്ല ഭവനവും നല്ല ഭക്ഷണവും അതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കുവാനുള്ളൊരു വ്യഗ്രത നമ്മിലെപ്പോഴുമുണ്ട്. ഈ സ്വഭാവമൊക്കെ വാസ്തവത്തിൽ നമ്മിലെ ആ വലിയ സ്വാർത്ഥതയുടെ ഭാവമാണ്. നമ്മൾ ശിശുക്കളായിരിക്കുമ്പോൾ ആ സ്വഭാവം പ്രകടമായി കാണിക്കും.
പ്രായമാകുമ്പോൾ നമ്മളത് കൗശലപൂർവം ആ സ്വഭാവം നമ്മൾ ഉപയോഗിക്കും. ഇതാണ് വ്യത്യാസം. എന്ന് പറഞ്ഞാൽ സ്വഭാവം പഴയത് തന്നെയാണ് നമ്മളിപ്പോഴും ഉള്ളത്. അതിന് മാതൃകയായി പൗലോസ്ലീഹ ഇവിടെ പറയുന്നത് യേശുവിൻ്റെ മനോഭാവമാണ്. എന്താണ് യേശുവിൻ്റെ മനോഭാവം? അവിടുന്ന് സ്വർഗത്തിലായിരുന്നപ്പോൾ തനിക്കുള്ള സൗഭാഗ്യങ്ങളൊന്നുമില്ലാത്ത മനുഷ്യരെക്കുറിച്ച് താൻ ചിന്തിച്ചു. അതായത് തനിക്കുള്ള സൗഭാഗ്യങ്ങൾ മനുഷ്യർക്കും ഉണ്ടാകണം. അതായിരുന്നു യേശുവിൻ്റെ മനോഭാവം. ഇത് നമുക്ക് മറ്റുള്ളവരെക്കുറിച്ചുണ്ടാകേണ്ട മനോഭാവമാണ്. എനിക്ക് പാപക്ഷമ ലഭിച്ചിരിക്കുന്നു, അവർക്കതില്ല. എനിക്ക് പാപത്തിന്മേൽ ജയം ലഭിച്ചിരിക്കുന്നു, മനുഷ്യർക്കതില്ല. അതുകൊണ്ട് അവർക്കും അത് ലഭ്യമാക്കണം. അതിനുള്ള വഴി ആണ് കർത്താവ് നമുക്ക് കാണിച്ചു തന്നത്. ഈ മനോഭാവത്തോടു കൂടിയായിരിക്കണം നമ്മളും ഈ ഭൂമിയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. നമ്മുടെ എല്ലാ ഭൗതിക ആവശ്യങ്ങളെക്കുറിച്ചും ഈ മനോഭാവം നമുക്കുണ്ടാകണം. നല്ല തണുപ്പുള്ള രാത്രികളിൽ കമ്പിളി വസ്ത്രങ്ങളും പുതപ്പും പുതച്ച് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ അതിന് സാധ്യതയില്ലാത്ത സഹോദരങ്ങളെക്കുറിച്ച് ചിന്തിക്കാനെങ്കിലും നമുക്ക് സാധിക്കണം. അതാണ് യേശു ക്രിസ്തുവിൻ്റെ ഭാവം. സമൃദ്ധമായ ഭക്ഷണം ഞാൻ കഴിച്ച് കിടന്നുറങ്ങുമ്പോൾ അങ്ങനെ ഭക്ഷിക്കാൻ സാഹചര്യമില്ലാത്തവരെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ മനസ്സെന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ കർത്താവ് ലോകത്തിലേക്ക് വന്നപ്പോൾ എന്താണ് ചെയ്തത്? അവിടുന്ന് തന്നെ സ്വയം താഴ്ത്തി. 2:6 പിതാവിനോടുള്ള സമത്വം താൻ മുറുകെ പിടിക്കാതെ പിതാവിനോട് സമനായിരുന്നവൻ തൻ്റെ അവകാശങ്ങൾ വിട്ടുകളഞ്ഞ് ഒരു ദാസനെ പോലെയായി, സകല മനുഷ്യരുടെയും ദാസനായി മാറി. മറ്റുള്ളവരുടെ മേൽ തൻ്റെ ആധിപത്യം സ്ഥാപിക്കുവാൻ യേശു ഒരിക്കലും മുതിർന്നിട്ടില്ല. ഒരു സ്ഥാനമോ പദവിയോ പേരോ സ്വീകരിക്കാതെ താൻ ജനത്തെ സേവിച്ചു. തന്നെക്കുറിച്ച് യേശു തമ്പുരാൻ പറഞ്ഞത് മനുഷ്യപുത്രൻ എന്ന വാക്കാണ്. എന്ന് വെച്ചാൽ ഒരു സാധാരണ മനുഷ്യൻ എന്ന അർത്ഥം. താൻ ഭൂമിയിലായിരുന്നപ്പോഴും സർവശക്തനായ ദൈവം തന്നെയായിരുന്നു. എങ്കിലും സാധാരണ മനുഷ്യൻ എന്നാണ് താൻ സ്വയം വിശേഷിപ്പിച്ചത്. തനിക്ക് ഒരു ദാസൻ്റെ മനസ്സായിരുന്നു. അതാണ് ക്രിസ്തുയേശുവിലുള്ള ഭാവം നമ്മളുണ്ടാവട്ടെ എന്ന് പൗലോസ് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ശുശ്രൂഷ ചെയ്യുന്നതും ശുശ്രൂഷക്കാരനാകുന്നതും വ്യത്യസ്തമായ 2 കാര്യങ്ങളാണ്. ഉദാഹരണമായി നമുക്കറിയാം, ചില സമയത്ത് മന്ത്രിമാരൊക്കെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ചൂലെടുത്ത് അവരിങ്ങനെ തൂത്ത് കാണിക്കും. പക്ഷെ അവരൊരിക്കലും ആ പ്രവൃത്തി ചെയ്യുന്നവരല്ല. അവർക്ക് ഒരു പേര് കിട്ടാൻ വേണ്ടി, പടം വരാൻ വേണ്ടി ഏതാനും നിമിഷങ്ങളിലേക്ക് അവരത് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ ആ പ്രവൃത്തിയിൽ നിന്ന് അവർ പിന്മാറുകയാണ്. അതൊരു പ്രകടനം മാത്രമായിട്ടാണ് അവരങ്ങനെ ചെയ്യുക. അതൊരു അഭിനയമാണ്. എന്നാൽ ഒരു വേലക്കാരനാകുന്നത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു അനുഭവമാണ്. അവ തമ്മിൽ വലിയ അന്തരമാണ്. നമുക്ക് മനുഷ്യരിൽ നിന്നും മാനം ലഭിക്കാൻ വേണ്ടി, സേവകനാകുവാൻ വേണ്ടി നമുക്ക് ആ രീതിയിൽ നമുക്ക് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചേക്കാം. എന്നാൽ ഒരു യഥാർത്ഥ ശുശ്രൂഷകൻ ശുശ്രൂഷിക്കുന്നത് തൻ്റെ മനോഭാവം ദാസൻ്റേതായതുകൊണ്ടും മാത്രമാണ്. ആ ഒരു മനോഭാവത്തോടുകൂടി നമ്മൾ സഭയിലും സമൂഹത്തിലും പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും ആ ശുശ്രൂഷ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇടിച്ച് മുന്നിൽ കയറി നിൽക്കാൻ നമ്മൾ ആരും ശ്രമിക്കുകയില്ല. പിന്നെയോ ഞാനൊരു ശുശ്രൂഷകൻ എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കും.
അതുപോലെ തന്നെ യേശു തന്നെ തന്നെ ഒരു ദാസനായി താഴ്ത്തി. അതുകൊണ്ട് പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു. കർത്താവിൻ്റെ ആ ഒരു വിനയമാണ് പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചതിൻ്റെ വലതുഭാഗത്തിരിക്കാൻ കാരണമായി തീർന്നത്. അപ്പം നമ്മൾ സ്വയം എത്രയധികം താഴ്ത്തുന്നുവോ അത്രയധികം ദൈവം നമ്മളെ ആത്മീയമായി ഉയർത്തും. ആ ഉയർച്ച ആളുകൾക്ക് മീതെയല്ല, പാപത്തിനും ലോകത്തിനും പിശാചിനും മീതെ ഉള്ള ഉയർച്ചയായിരിക്കും. 2:14 പൗലോസ്ലീഹ വീണ്ടും പറയുന്നു, എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അതിന് തൊട്ടു മുമ്പുള്ള 13-ാം വാക്യത്തിൽ ദൈവം തന്നെയാണ് നമ്മിൽ ഇച്ഛയും പ്രവൃത്തിയും ഉളവാക്കുന്നതെന്ന് നാം കാണുന്നു. അപ്പോൾ ആ പിറുപിറുപ്പോടുകൂടി, മനസ്സിലെങ്കിലും പിറുപിറുപ്പോടുകൂടി നമ്മൾ പ്രവർത്തിക്കുന്നതിൽ അർത്ഥമില്ല. പൂർണ്ണ മനസ്സോടുകൂടി ആ ശുശ്രൂഷ മനോഭാവം നമുക്ക് ചെയ്യണം. വാദവും തർക്കവും കൂടാതെ ഒരു ശുശ്രൂഷ മനോഭാവത്തോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. അതിനുശേഷം പൗലോസ്ലീഹ തൻ്റെ 2 സഹപ്രവർത്തകരുടെ മാതൃകയെക്കുറിച്ച് പൗലോസ്ലീഹ രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന് തീമോത്തിയോസാണ്, 2 എപ്പഫ്രോദിത്തോസാണ്. യേശുക്രിസ്തുവിലുള്ള നിസ്വാർത്ഥതയുടെ ഉദാഹരണങ്ങളായി പൗലോസ്ലീഹ ഇവരെ വെളിപ്പെടുത്തി കാണിക്കുന്നുണ്ട്. തന്നോടുകൂടെയുള്ള സഹപ്രവർത്തകരുടെ കൂട്ടത്തിൽ തീമോത്തിയോസിനെ മാത്രമാണ് ഫിലിപ്പിയിലേക്ക് അയക്കുവാൻ പൗലോസ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. കാരണം മറ്റുള്ളവരൊക്കെ സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരായിരുന്നു. അവരും സ്നാനമേറ്റവരും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരും അന്യഭാഷകൾ സംസാരിക്കുന്നവരും പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും കഴിവുള്ളവരൊക്കെയാണ്. അവർക്ക് ആത്മാക്കളെ നേടാനുള്ള ദാഹവുമുണ്ട്. പക്ഷേ എങ്കിലും അവരിൽ മുന്നിട്ട് നിന്നത് അവരുടെ സ്വാർത്ഥ ചിന്തകളായിരുന്നു. മാനം, ധനം, സുഖം, സൗകര്യമൊക്കെ അവർ പ്രതീക്ഷിച്ചു. എന്നാൽ പൗലോസ്ലീഹായെ സംബന്ധിച്ചിടത്തോളം തീമോത്തിയോസിൽ അങ്ങനെയൊരു സ്വഭാവം അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു നല്ല പ്രവർത്തകനായി അദ്ദേഹത്തെ കണ്ടു. അതുപോലെ തന്നെ മറ്റൊരാളാണ് എപ്പഫ്രോദിത്തോസ്. ഇവർ രണ്ടുപേരെയും പൗലോസ്ലീഹ പ്രത്യേകം പേരെടുത്ത് പറയാനുള്ള കാരണം അതാണ്. എല്ലാ കൂട്ടത്തിലും നമുക്ക് നല്ല സഹോദരന്മാരെയും വളരെ നല്ല സഹോദരി സമൂഹന്മാരെയും ഒക്കെ ഒരുപക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. സ്വാർത്ഥം അന്വേഷിക്കാത്തവരാണ് ഏറ്റവും നല്ല സഹോദരങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അവർക്കാണ് ദൈവം തൻ്റെ വെളിപ്പാടുകളെ ദൈവം നൽകുന്നത്. അങ്ങനെയുള്ളവർക്കാണ്, അവരെയാണ് നിത്യമായ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം എപ്പോഴും എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ആയതുപോലെ നമുക്കും നിസ്വാർത്ഥമായ സേവനം ചെയ്യുവാൻ, ശുശ്രൂഷ ചെയ്യുവാൻ നമ്മെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. അതിന് നമ്മൾ മാതൃകയാക്കേണ്ടത് നമ്മുടെ കർത്താവിൻ്റെ ജീവിതമാണ്. പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെ താൻ ഭൂമിയോളം താഴ്ത്തി. അതുകൊണ്ട് പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു. ഉയർപ്പിക്കപ്പെടാൻ വേണ്ടി മനഃപൂർവ്വം താഴ്ത്തപ്പെട്ടതല്ല, മനുഷ്യരോടുള്ള സ്നേഹമായിരുന്നു യേശുവിനെ അതിന് പ്രേരിപ്പിച്ചത്. ഇതുപോലെ സമൂഹത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത സമൂഹത്തിൻ്റെ നന്മയെ പ്രതിയായിരിക്കണം. പാപത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും വിശുദ്ധിയിലേക്ക് കടന്നു വരുവാനുള്ള ആഗ്രഹം നമ്മിലുണ്ടാവണം. ആ മനോഭാവത്തോടുകൂടി, ശുശ്രൂഷ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഇന്നേ ദിവസം ഈ 2-ാം അധ്യായം വായിച്ച് ധ്യാനിച്ച് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ.